ണോ നിങ്ങൾ അങ്ങാടിയിൽ പോകുമ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നിങ്ങളുടെ ദേഹത്ത് കാണുന്ന വസ്ത്രമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചോ. ഒന്നാമത്തെ നിബന്ധന എന്താണ്? നിങ്ങളത് അങ്ങാടിയിൽ ഇറങ്ങുമ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ശരീരം മുഴുവനും മറക്കുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത്. ശരീരം മുഴുവൻ എന്ന് പറഞ്ഞാലോ നിങ്ങളുടെ തലയിലുള്ള ഒരു മുടി പോലും പ്രത്യക്ഷപ്പെട്ടുകൂടാ, മുഖം കണ്ടുകൂടാ എന്നല്ല പറയുന്നത്. തലമുടിയിൽപ്പെട്ട ഒരു മുടി പോലും അതേ പുറത്ത് വെളിവായിക്കൂടാ. ഇതുപോലെയല്ലേ രണ്ടാമത്തെ നിയമം എന്താണ്? നിങ്ങളൊരു വസ്ത്രം ധരിക്കുമ്പോ, ഉമ്മമാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, സഹോദരിമാരെ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളൊരു വസ്ത്രം ധരിക്കുമ്പോ നിങ്ങൾ ധരിക്കുന്ന ഒരു വസ്ത്രം അത് ഒരിക്കലും ഭംഗിയുള്ളതാകാൻ പാടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കാനാ പറയുന്നത്. നിങ്ങളെ വീട്ടിന്റെ ഉള്ളില് നിങ്ങൾ ഏത് പരിഷ്കാരത്തിന്റെ കുപ്പായവും ധരിച്ചോ സാരമില്ല. ഭർത്താവിന്റെ മുന്നിൽ ഏത് സൗന്ദര്യമുള്ള കുപ്പായവും ധരിച്ചോ, അതിന് വലിയ പ്രതിഫലമാണ് കേട്ടോ. അതേ സമയത്ത് അന്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോ ഭംഗിയുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. ഒന്നാമത്തത് ശരീരം മുഴുവനും ധരിക്കുന്ന വസ്ത്രമായിരിക്കണോ. രണ്ടാമത്തത് സൗന്ദര്യമുള്ള ഭംഗിയുള്ള അഥവാ ധരിച്ചാൽ ഭംഗി തോന്നിപ്പിക്കുന്ന കുപ്പായം ഒരൊറ്റ സ്ത്രീയും ധരിച്ചുകൂടാ. ആ സ്ത്രീകൾക്ക് മാത്രമേ സ്വർഗത്തിലെത്താൻ അവകാശമുള്ളൂ. ഇനി മൂന്നാമതായി പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, അതെ, നിങ്ങളൊരു കുപ്പായം ധരിക്കുമ്പോൾ അത് നേരിയതായ വസ്ത്രമാകാൻ പാടില്ല. അഥവാ നിങ്ങൾ ധരിച്ച വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിന്റെ കട്ടി പുറത്തേക്ക് പ്രകടമാകാൻ പാടില്ല. സ്ത്രീകൾ വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മൂന്നാമത്തെ നിബന്ധനയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം. മഹാനവരുകൾ പറയുകയാ, ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നേരിയ വസ്ത്രം എനിക്ക് തന്നു. ഞാനത് എന്ത് ചെയ്തു എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേറെ ഒരാൾ കൊണ്ടുവന്നു കൊടുത്ത ഹദിയയാണ് ആ കുപ്പായോ. പക്ഷെ അത് നേരിയ കുപ്പായമാണ്. ധരിച്ചാൽ ഉള്ളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ പുറത്തു കാണൂ. പക്ഷെ ഞാൻ ആ കുപ്പായം കൊണ്ടുപോയി അതാ എന്റെ ഭാര്യക്ക് സമ്മാനമായി കൊടുത്തു. എന്റെ ഭാര്യക്ക് ഞാനത് സമ്മാനമായി കൊടുത്തു. പക്ഷേ എന്റെ ഭാര്യ അതങ്ങ് ധരിച്ചു. പിറ്റേ ദിവസം ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ തങ്ങൾ എന്നോട് ചോദിച്ചു, അല്ല ഉസാമ, ഞാൻ തന്ന കുപ്പായം എന്തേ നിങ്ങൾ ധരിക്കാത്തത്? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഞാൻ പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, കസൗതുഹാ ഇംറഅതി, ഞാനത് എന്റെ ഭാര്യക്ക് കൊടുത്തു. ഇപ്പൊ എന്റെ ഭാര്യ ആ കുപ്പായം ധരിക്കുകയാണ് നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാ, എന്റെ അതിന്റെ സദസ്സിൽ വാദ കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, പറയുന്നത് റബ്ബിന്റെ ദീനിന്റെ നിയമമാണ് കേട്ടോ. മഹാനവരുകൾ പറഞ്ഞു, എന്നോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുർഹാ, ഉസാമ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ധരിക്കാൻ വേണ്ടി തന്നല്ലേ, അത് ആണുങ്ങൾ ധരിക്കേണ്ടതാ. പെണ്ണുങ്ങൾ ധരിച്ചാൽ ചിലപ്പോ ഉള്ളിന്ന് പ്രകടമാകും ചില അവയവങ്ങള്. പെണ്ണുങ്ങൾ ധരിക്കാൻ പാടില്ല ആ കുപ്പായം. ഇനി ഏതായാലും കൊടുത്ത സ്ഥിതിക്ക് നിങ്ങളത് ബാക്ക് തിരികെ വാങ്ങണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളെ ഭാര്യയോട് പറയണം, ആ കുപ്പായത്തിന്റെ ഉള്ളിൽ രണ്ടാമത്തെ ഒരു കുപ്പായം കൂടി ധരിക്കണം. അല്ലാതെ കണ്ടാൽ ഉള്ളിൽ നിന്നുള്ള കട്ടി പുറത്തേക്ക് പ്രകടമാകും. അത് പാടില്ല. അത്തരത്തിലുള്ള കുപ്പായം സ്ത്രീകൾ ധരിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മാ 3 നിബന്ധനകളാ ഞാനിവിടെ പറഞ്ഞത്. ഇനി നിങ്ങളുടെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് 4ാമത്തൊരു നിബന്ധനയും കൂടി പറയട്ടെ. പണ്ഡിതന്മാര് പറയുകയാണ്, അല്ലാ യകൂനൽ ഹിജാബു മുഅത്വറാ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്ത്രീയുണ്ടല്ലോ, അവള് ധരിച്ച കുപ്പായമുണ്ടല്ലോ, ആ കുപ്പായത്തിന് അവൾ അത്തർ പുരട്ടാൻ പാടില്ല, സുഗന്ധം പുരട്ടാൻ പാടില്ല. അത്തറും പുരട്ടിയിട്ടാണ് അവൾ വീട്ടിൽ നിന്ന് അതാ തെരുവിലിറങ്ങുന്നതെങ്കിൽ അത് കടുത്ത തെറ്റാണ് കേട്ടോ, കുറ്റമാണ് കേട്ടോ. അത് മുഖേന ഒരു അന്യ ചെറുപ്പക്കാരൻ തെറ്റിലേക്ക് വീണ അത് കടുത്ത ഹറാമാണ് കേട്ടോ. ഈ നിയമം പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി ഇതിനോട് ഉപോത്ബലകമെന്ന നിലക്ക് പറയട്ടെ, ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഷൂ ധരിക്കുന്ന കാല. പഴയ കാലത്ത് പെൺകുട്ടികളൊക്കെ ചെരുപ്പ് ധരിക്കുക, ഇപ്പൊ ഷൂ, സ്കെച്ചസ് ഷൂ, മറ്റേ ഷൂ ധരിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, ഷൂ ധരിച്ചോളൂ. ഷൂ ധരിച്ചാൽ ചെരുപ്പ് ധരിക്കുന്നതിനേക്കാളും നല്ലതാ ഒരു കണക്കിന്. എന്താ കാരണം? ചെരുപ്പാവുമ്പോ കാലും കൂടി മറ്റേ കാലിന്റെ വിരലൊക്കെ പുറത്ത് കാണും. എന്നാ വിരലും കൂടി പുറത്ത് കാണാത്ത രൂപത്തിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടത് തന്നെ ഇസ്ലാമിന്റെ നിയമ. അപ്പൊ പിന്നെ ഷൂ ധരിച്ചാലോ ഒറ്റ വിരലും നഖമൊന്നും പുറത്ത് കാണാനില്ല. പക്ഷേ ഷൂ ധരിക്കുന്നതല്ല കുഴപ്പം. പിന്നെ അതാ ഷൂ ധരിക്കുന്നതോടൊപ്പം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചില പെൺകുട്ടികൾ, എല്ലാ പെൺകുട്ടികളെ കുറിച്ച് പറയല്ലോ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചില പെൺകുട്ടികൾ അതാ ജീൻസ് പാന്റ് ധരിക്കുകയാണ്. ആ ജീൻസ് പാന്റ് ധരിക്കുമ്പോ അതാ കുറച്ചും കൂടി മുകളിലോട്ട് കയറ്റിയിട്ടാ ധരിക്കുന്നത്. പാന്റ് തന്നെ അക്കോലത്തിലാണ്. ആ പാന്റ് ധരിക്കുന്ന മിക്ക പെൺകുട്ടികളുടെയും അല്ല എല്ലാ പെൺകുട്ടികളുടെയും അതാ കാല് ഭാഗം വെളിവാകുന്നു. കാലിന്റെ താഴെ ഭാഗമുണ്ടല്ലോ, നെരിയാണിയുടെ ഭാഗമുണ്ടല്ലോ, ആ ഭാഗം വെളിവാകുന്നു. അങ്ങനെ ആ പാന്റും ധരിച്ചിട്ടാണ് കോളേജിലേക്ക് മുസ്ലിം പെൺകുട്ടികളിൽ ചിലർ പഠിക്കാൻ പോകുന്നത്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്, കല്യാണത്തിന് പോകുന്നത്, അങ്ങാടിയിൽ പോകുന്നത് കടുത്ത ഹറാമാണ്. പെണ്ണേ, ദിവസവും നീ ആ വസ്ത്രം ധരിച്ചു പോകുമ്പോ കടുത്ത ഹറാമിലേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മുഖേന നീ നരകം സമ്പാദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞൊരു ഹദീസില്ലേ, പുരുഷന്മാര് ഒരിക്കലും ഞെരിയാണിക്ക് താഴോട്ട് കുപ്പായം ഇറക്കിയിട്ട് നടക്കാൻ പാടില്ല. അങ്ങനെ നടന്നാലോ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കി വലിച്ച് നടക്കുന്ന ആണാണോ അവനിലേക്ക് ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് നോക്കൂല. ഇത് പഠിപ്പിക്കുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കുന്നു ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. എന്റെ സഹോദരിമാര് മനസ്സിലാക്കണം, ആ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോ ഹബീബായ തങ്ങളോട് ഒരു സംശയം ചോദിക്കുകയാണ്, നബിയേ, സ്ത്രീകൾ എങ്ങനെ താഴോട്ട് ഇറക്കാതെ നടന്നാൽ അവരുടെ നെരിയാണി അന്യ പുരുഷന്മാർക്ക് കാണൂലേ നബിയേ? അവരുടെ കാലിന്റെ താഴ്ഭാഗം അന്യ പുരുഷന്മാർക്ക് മുന്നിൽ വെളിവാകൂലേ നബിയേ? അപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, എന്നാൽ അവരതാ ഒരു മുഴത്തിന്റെ കണക്കനുസരിച്ച് കുപ്പായം താഴോട്ട് ഇറക്കിക്കോട്ടെ. എന്തേ കാരണം? അവരുടെ നെരിയാണിയുടെ ഭാഗം പോലും അന്യ പുരുഷന്മാരെ കണ്ടുകൂടോ. ഓ
സഹോദരിമാരെ, ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ആ നിയമം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിലെത്താൻ കഴിയൂ. അതുകൊണ്ട് സർവ ഉമ്മമാരോടും സഹോദരിമാരോടും പുരുഷന്മാരോടും കാരണവന്മാരോടും ചെറുപ്പക്കാരോടും എല്ലാറ്റിലും ഉപരി അത് പറയുന്ന മുസ്ലിയാരായ എന്നോട് ഞാൻ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. അതേ മനുഷ്യന്റെ ശരീരം ലഅമ്മാറത്തും ബിസ്സൂ. ഖുർആൻ പറഞ്ഞതല്ലേ, തെറ്റ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന ശരീരമോ ഒരൊറ്റ തെറ്റിലും അകപ്പെട്ടു പോകാതെ സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ചു, ഇബാദത്തുകൾ ധാരാളം വർദ്ധിപ്പിച്ചു.